അഡ്മിഷൻ എടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഹസ്ബൻഡ് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കോളേജ് തുറക്കുന്ന അന്ന് എനിക്ക് ആ സ്ഥലമൊന്നും അത്ര അറിയില്ല. അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ അന്ന് ഒഴിവില്ലായിരുന്നു. അപ്പോൾ മോനാണ് എന്നെ കൊണ്ടുപോയത്. ഹസ്ബൻഡിനോട് പലരും പറഞ്ഞവരുണ്ട്, ചേട്ടൻ എന്തിനാ ഇതിന് ഇത്രയും പൈസ ചെലവാക്കി ഇങ്ങനെ പോണം, വേറെ പണിയിൽ ഇനി എത്ര കാലം ജോലി ചെയ്യണം. പക്ഷെ എനിക്കും സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു. എൻ്റെ ഒരു ജീവിതശൈലി വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു ലക്ഷ്യം നേടുന്നു വിചാരിച്ചാൽ അതിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കും. മണി ഏണിങ്സ് നോക്കിയിട്ടല്ല ജീവിതത്തിൽ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൈ അനക്കാൻ പറ്റാവുന്നിടത്തോളം മരിക്കുന്നത് വരെ ഈ പ്രൊഫഷൻ ചെയ്യാം. പഠിപ്പ് എന്ന് പറയുന്നത് എല്ലാവരിലും വരുന്ന ഒരു ഗുണമല്ല. എല്ലാവരും പറ്റൂല. ചിലർക്ക് സാഹചര്യം കൊണ്ട് പറ്റാതെ വരും, ചിലർക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാതെ. അപ്പൊ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ അമ്മമാരും മക്കളെ കൊണ്ടുപോകും. ഇത് അമ്മയെ കൊണ്ടുപോകണ മകനാ ഞാൻ. അല്ല, അമ്മയെ അഡ്മിഷൻ സ്കൂള് തുറക്കുമ്പോ, അങ്ങനെ കോളേജ് തുറക്കുമ്പോ അമ്മയെ കൊണ്ടുപോകണ മകനാ ഞാൻ. എന്റെ ലൈഫിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ആള് രാവിലെ 7 മണിയാകുമ്പോൾ റെഡിയായി. 7 മണിയാകുമ്പോൾ 7:10 വരെ ബസ് വരും സ്റ്റോപ്പില്. ഞാൻ രാവിലെ അവിടെ കൊണ്ടുപോയി. നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താന്ന് വെച്ചാൽ അൽഷിമേഴ്സ് വരില്ല, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 58 വയസ്സിൽ റിട്ടയർ ചെയ്തിട്ട് അതിനുശേഷം ഞാൻ 1 വർഷമൊക്കെ ക്ലാസ്സിന് പോയി. ബാങ്കിൽ ചെന്നപ്പോൾ എൻ്റെ സ്റ്റാഫ് പറയുന്നത്, മാഡം ഇവിടെ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും യങ് ഇപ്പോഴാണ്. ഇപ്പൊ നമുക്ക് ഒരു പേടിയില്ല, നിയന്ത്രണമില്ല, എല്ലാവരുമായിട്ടും എല്ലാ കുട്ടികളായിട്ടും. 61ാമത്തെ വയസ്സിൽ LLB പഠിക്കാൻ പോയ സാവിത്രിയമ്മയുടെ കൂടെയാണ് നമ്മളുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഈ റിട്ടയർമെന്റ് ലൈഫിൽ എന്താ വിചാരിക്കാം, നല്ല രീതിയിൽ വീട്ടിലൊക്കെ ഇരിക്കണം, കുട്ടികളെ നോക്കണം, നല്ല ഫുഡ് കഴിക്കണം, അങ്ങനെയല്ലേ. എന്നാൽ അതിനെല്ലാം മാറി ചിന്തിച്ച അമ്മയാണിത്. അപ്പൊ നമുക്ക് അമ്മനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. എന്താ ഇപ്പൊ അമ്മ ചെയ്യുന്നത്? LLB ഒക്കെ പഠിക്കാന്ന് വീണ്ടും കേട്ടു. ശരിയാണോ? അതെ. ഇപ്പൊ എന്തായിരുന്നു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നേ? ഞാൻ ഒരു 35 വർഷത്തെ സർവീസിന് ശേഷം, അതായത് പാണഞ്ചേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. എന്നിട്ട് വീണ്ടും ഇപ്പൊ പഠിക്കുന്നു LLB. ഇപ്പൊ കഴിഞ്ഞോ? കോഴ്സ് കഴിഞ്ഞു. 2019 ഒക്ടോബറിലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ആ ഓഗസ്റ്റിൽ തന്നെ ഞാൻ LLBക്ക് അഡ്മിഷൻ എടുത്തു. അങ്ങനെ LLB ചേർന്നു. ഇപ്പോൾ 3 വർഷത്തെ കോഴ്സായിരുന്നു. LLBക്ക് ഏജ് ലിമിറ്റ് ഇല്ല, എത്ര ഏജ് ഉള്ളവർക്കും ചെയ്യാം. LLBക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് നേരിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി